ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ടുള്ള റെസിപ്പിയാണ്, പൈനാപ്പിൾ പച്ചടി. ഇത് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വരും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാൻ അതാ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് ഒരു 1/2 kg ഉണ്ടാവും. ഇനി നമുക്കതിൻ്റെ തോലെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ 300 gram അത്രയേ ഉള്ളൂ. ഇനി അതിനെ നമ്മൾ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. അതിനാവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക്, വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം തന്നെ ഇട്ട് നമുക്കതിന് വേവിച്ചെടുക്കാം. നല്ലപോലെ കുഴഞ്ഞ പോലെ വേവണ്ട, ചെറുതായിട്ടൊരു ക്രിസ്പി ഉണ്ടാവണം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാനിപ്പോൾ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് വേവട്ടെ. വേവുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിതൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ml കപ്പാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഫുള്ളായിട്ട് വേണ്ട, അതിൻ്റെ കുറച്ച് കുറവായി മതി. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഒത്തിരി ഇട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് മാറും. പിന്നെ കുറച്ച് കുരുമുളക്. നമ്മളിത് തൈരാണ് അതിൻ്റെ മെയിൻ ഉപയോഗിച്ചാണ് അരയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ അതെല്ലാം ഒഴിച്ച് തൈരിട്ട് എല്ലാം നല്ല അരച്ചിട്ടുണ്ട്. ഇനി നല്ല ഫൈനായിട്ട് നമ്മൾ തേങ്ങ അരയണം. അതിന് ശേഷം മാത്രം കടുകിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിളോടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ശർക്കരപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിളാണ്, അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം മെൽട്ടായി, അതും പൈനാപ്പിളിനോട് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ വെള്ളം ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല, തൈര് മാത്രം തന്നെ ഉപയോഗിച്ച് അരച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അതെല്ലാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അത് നന്നായി ഒന്ന് തിളവന്ന് നോക്കൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനിയും ഇത് ചൂടാറുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും നമ്മൾക്ക്. ഇപ്പോൾ റെഡിയായി. നമുക്കതിനൊരു വറവ് ഇടാം. അതിനായി ഇതാ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്, കടുക്, ഇത് ഡ്രൈ ചില്ലി, പിന്നെ കറിവേപ്പില. ഇതിൻ്റെ അളവെല്ലാം സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, നോക്കണേ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയും കൂടിയാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വറവ് മൂടി അതിലിട്ട് ഇപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.